ഇത് അതിൻ്റെ അവസാനം കറണ്ട് ബില്ല് എങ്ങനെയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ്ടല്ലോ, കർണാടകത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 90 പൈസ യൂണിറ്റിന്. തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 50 പൈസ. കേരളത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോപ്പ് മനസ്സിലാക്കാത്ത രീതി മണ്ടേന്ന് താഴെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുക. 0 മുതൽ 50 വരെ ഒരു റേറ്റ്, 50 മുതൽ 101 വരെ ഒരു റേറ്റ്. കേരളത്തിൽ എഴുതി വെച്ചേക്കുന്ന 50 വരെ ചാർജ് ഇല്ല, 50 മുതൽ 100 വരെ 4 രൂപ 5 പൈസ, 101 മുതൽ 150 രൂപ 5 രൂപ 10 പൈസ, 151 മുതൽ 200 വരെ 6 രൂപ 95 പൈസ, 201 മുതൽ 250 വരെ 8 രൂപ 20 പൈസ. വേറെ ഏതാണ്ട് ഒരു ഭണ്ഡാരം എഴുതിയിട്ട് 8 രൂപ 80 പൈസ. അതായത് ഇത് നോക്കിയാൽ ഒരു മനുഷ്യനും ഒന്നും മനസ്സിലാകുകയില്ല. ഇത് ഡൊമസ്റ്റിക്കിൻ്റെ. കൊമേഴ്സിൻ്റെ നോക്കിയാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കുമ്പോൾ അവിടെ കൃത്യമായി ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഇതുമില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. കാരണം അതിനകത്ത് വിളവത്തരം ഒന്നുമില്ല. ഇവിടെ വിളവത്തരം മാത്രമേ ഉള്ളൂ. കറണ്ട് എടുക്കുമ്പോൾ മീറ്റർ കാശ് കെട്ടിവെക്കണം. കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് സകല സാധനവും വീട്ടുകാരനാണ് വെക്കുന്നത്. വീട്ടുകാരൻ വെച്ചിട്ട് മീറ്റർ കാശ് വീട്ടുകാരനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരൻ്റെ മീറ്ററിന് പിന്നെ എന്തിനാ ഇത് കൂട്ടുക, അതിന് വാടക, പിന്നെ ഫിക്സഡ് ചാർജ് എന്നാ കോപ്പിനാ. സത്യം പറഞ്ഞ മലയാളിയുടെ ഒരു തലവിധി കുറെ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ബില്ലെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ കാണിക്കുന്ന കൊള്ളരുതായിയുടെ അർത്ഥം മനസ്സിലാകുന്നത്. ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ ഡാമുകൾ, ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് ഈ കൊള്ള നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവന്മാർ എഴുതി വെച്ചേക്കുന്നത് ഫിക്സഡ് ചാർജ് 410. എന്നാത്തിനുള്ള ചാർജാണ് ഇത്? ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കർണാടകത്തിൽ അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് അവരോട് പഠിക്കുമ്പോൾ അവർ പറയുന്നു, കഴിഞ്ഞ 6 മാസം അവർക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റ് എത്രയാണോ അത് കണക്ക് കൂട്ടിയിട്ട് അത് 200 യൂണിറ്റ് താഴെയാണെങ്കിൽ അത്രയും യൂണിറ്റ് എല്ലാ മാസവും മുന്നോട്ട് കറണ്ടിന് ഫ്രീ പൈസ കൊടുക്കണ്ട. ഉദാഹരണം, കഴിഞ്ഞ 6 മാസം ഒരാൾ 175 യൂണിറ്റ് വെച്ചാൽ എടുത്തോണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് വരുന്ന ബില്ലിനകത്തുനിന്ന് 175ൻ്റെ പൈസ അവർ കൊടുക്കണ്ട. അത് കുറച്ചിട്ട് ബാക്കി വരുന്നതിന് കൊടുത്താൽ മതി. എൻ്റെ ഒരു സ്നേഹിതൻ ചെറുപുഴ താമസിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ ഒരു വീടും 1-2 പണിക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങേർക്ക് കൂർഗിലും ഒരെണ്ണമുണ്ട്. പുള്ളി പറഞ്ഞ് ഈ ഈ ഈ ചെറുപുഴയിലുള്ള ഇതിന് വരുന്നതിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ്, അല്ല ഈ കൂർഗിലുള്ളതിന് വരുന്നതിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ് ചെറുപുഴയിലുള്ളതിന് വരുന്നത്. പറ്റുമെങ്കിൽ ഇവിടുന്ന് താമസം പോകാനിരിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയായി കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കുന്നത്? പിഴിഞ്ഞ് ഈ ഒടുക്കത്തെ മേടിച്ച് ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വായിലോട്ട് തള്ളുവല്ലേ? ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പരിപാടി. സാധാരണ ജനത്തിനെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇത് ഫ്യൂവൽ സർചാർജ് 42 രൂപ 84 രൂപ കഴിഞ്ഞ മാസത്തെ ബില്ലല്ല. മന്ത്ലി ഫ്യൂവൽ സർചാർജ് ഇതെന്നാ ഈ ഇടപാടാ? ഫ്യൂവൽ സർചാർജ് 42. ഇത് ഹൈക്കോടതിയിലൊക്കെ പോകേണ്ട കേസാണ് ഇത്. ഈ ബില്ല് വെച്ചോണ്ട് കോടതി പോകാൻ എൻ്റെ കയ്യിൽ ഒരു സാഹചര്യം ഇല്ലാട്ട, അല്ല ഞാനിതിന് കോടതി പോയനെ. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെ വീണ്ടും ഒരു സർചാർജ്. കഴിഞ്ഞ മാസത്തെ കറണ്ട് ഈ 11/3 വന്ന കറണ്ട് ബില്ലിനകത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നികുതിയാണ് 255.82 കൊണ്ട ഒടുക്കത്തെ തീറ്റ തിന്നട്ടെ ഇവന്മാർ. അതിൻ്റെ പുറത്ത് ഫ്യൂവൽ സർചാർജ് 42.84, പിന്നെ മന്ത്ലി സർചാർജ് 47.6, എന്നിട്ട് ഏറ്റവും താഴെ പിന്നെ ഒരു സർചാർജ്. ഇത് എന്തൊരു സർചാർജാണ് ഇത്? ഇതിപ്പോൾ മനുഷ്യനെ ശരീരത്ത് ഒരുവിധ തൂക്കമുള്ള മനുഷ്യനൊക്കെ 50-60 കിലോ കാണും. ഇനിയിപ്പോൾ ഈ തൂക്കത്തിന് നോക്കി അതിനൂടെ സർചാർജ് ഇടുവന്മാർ. ദയവ് ചെയ്ത് ഗവൺമെൻറ്റിനോട് പറയട്ടെ, ഇങ്ങനെ കുറേച്ച കൊല്ലാതെ നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ, പോലീസിൻ്റെ തോക്കും ഉണ്ടല്ലോ, ദയവ് ചെയ്ത് കുറേ എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന് ആ ഇറച്ചി വിറ്റെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരട്ടെ. ആ രീതി ചെയ്യണം എന്ന് അങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.